എന്ന് വെച്ചുകൊടുത്താ മോനെ. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. നല്ല വൃത്തിയുള്ള സാധനം മുസ്ലിംമാർ പഠിപ്പിക്കുന്ന ലക്ഷക്കണക്കായ കുട്ടികളുണ്ട് മദ്രസയിലും പള്ളിയിലും. അവരൊക്കെ മുരണ്ടി കൊന്നുകളയണം. ഒരു ഉളുപ്പില്ലാതെ ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു മൗലവി പ്രസംഗിച്ചതല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ ലക്ഷക്കണക്കായ മക്കളെ മുഴുവനും ഈ പിഞ്ചു മക്കളെ മുഴുവനും കൊന്നുകളയണമെന്ന് പറയാൻ ഒരു വിഷമവും തോന്നിയില്ലല്ലോ ഈ മൗലവിക്ക്. ഇതല്ലേ മുജാഹിദ് മൗലവിമാര്? ഞാൻ വെറുതെ പറഞ്ഞതാണോ? എന്നിട്ട് മൂപ്പരത് ഇസ്ലാമിന്റെ തലയിൽ വെക്കുന്നത് രസോ. മൂപ്പര് പറയുന്നത് ഈ മുസ്ലിംമാർ ഇവരൊക്കെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ടിക് ഫിനിഷ് എന്നാൽ ഇങ്ങനെ വെട്ടിയിട്ട് ഫിനിഷ് ആയി കളിയും. ടിക് ഫിനിഷ് മൂപ്പര് പറയാ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് എങ്ങനെ? ഏത് ഇസ്ലാമിക ഭരണത്തിലാണ് അങ്ങനെ തോന്നിവാസം ചെയ്യുന്നത്? നിങ്ങൾക്ക് മുജാഹിദിന് ഭരണം കിട്ടിയാൽ ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹിന്റെ ജാറം പൊളിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ടിക് ഫിനിഷ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ കൊല്ലും. കാരണം മുസ്ലിമീങ്ങളെ നേതാവിന്റെ ജാറം നിങ്ങൾ പൊളിക്കും, കഅബ നിങ്ങൾ പൊളിക്കും, മുസ്ലിമീങ്ങളെ നിങ്ങൾ കൊല്ലും. നിങ്ങളും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? വെച്ചുകൊടുത്താൽ മതി. ടിക്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്